I am innocent of the blood of the righteous man. പീലാത്തോസ് ക്രിസ്തീയ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ തറഞ്ഞിറങ്ങിയ പേരാണ് പീലാത്തോസ്. ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്ന പീലാത്തോസ് ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തിൽ പ്രധാനമായ ഒന്ന് തന്നെയാണ്. ശരിക്കും ആരാണ് പൊന്തിയോസ് പീലാത്തോസ്? ഇറ്റലിയിലെ സാമ്നിയം പ്രൊവിൻഷ്യയിൽ ഒരു പരമ്പരാഗത റോമൻ കുടുംബമായ പൊന്തിയോയിലാണ് പീലാത്തോസ് ജനിച്ചത്. രാജകുടുംബത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്നവരാണ് സാമ്നിയംകാർ. അധികാരത്തിൽ രാജാവിനും മന്ത്രിമാർക്കും ഭരണതലത്തിൽ അടുത്ത സ്ഥാനികളായിരുന്നു. സൈനിക മേധാവിത്വം, നികുതി, ധനകാര്യ ചുമതലക്കാർ, ഗവർണർമാർ തുടങ്ങിയ പ്രാദേശിക ഭരണ നിയന്ത്രണവും ഇവർക്കായിരുന്നു. ഗവർണറുടെ ചുമതലയായിരുന്നു പീലാത്തോസിന്. തിബരിയോസ് കൈസറാണ് പീലാത്തോസിനെ ഗവർണറായി നിയമിച്ചത്. കൈസർക്ക് ഏറെ പ്രിയങ്കരനും ആയിരുന്നു പീലാത്തോസ്. പെസഹ പെരുന്നാളിനോട് അനുബന്ധിച്ച് ആഘോഷ കാര്യങ്ങളിൽ മേൽനോട്ടത്തിനായിട്ടാണ് പീലാത്തോസ് ആ സമയം യെരുശലേമിലേക്ക് വന്നത്. അങ്ങനെ വന്നതുകൊണ്ടാണ് യേശുവിനെ വിചാരണയ്ക്കായി പീലാത്തോസിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. 2 കുറ്റങ്ങളായിരുന്നു യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടത്. ഒന്ന്, യഹൂദന്മാരുടെ രാജാവായി പ്രഖ്യാപിച്ചു. 2, റോമൻ ഗവൺമെന്റിനെതിരെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. യേശു കുറ്റം ചെയ്തതായി പീലാത്തോസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പീലാത്തോസിന്റെ ഭാര്യയായ ക്ലോഡിയ പ്രക്കുള സ്വപ്നം കണ്ട് ഭയപ്പെടുകയും യേശുവിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പീലാത്തോസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. യേശു ഗലീലക്കാരൻ എന്നുകൂടി അറിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ ഗവർണർക്കുള്ള അധികാരം ഹേരോദസിനാണെന്ന് മനസ്സിലാക്കി പീലാത്തോസ് യേശുവിനെ ഹേരോദോസിന്റെ അടുത്തേക്ക് അയച്ചു. ഹേരോദസിന്റെ മുമ്പിൽ യേശു നിശബ്ദനായിരുന്നതുകൊണ്ട് ഹേരോദസ് യേശുവിനെ തിരികെ വീണ്ടും പീലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. പെരുന്നാളിൽ ലഹള ഒഴിവാക്കേണ്ടതും ക്രമസമാധാനം പാലിക്കേണ്ടതും പീലാത്തോസ് ആയിരുന്നതുകൊണ്ട് ജനഹിതത്തിന് യേശുവിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി ഒഴിയുന്ന പീലാത്തോസിനെ പിന്നീട് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നതേയില്ല. യഹൂദ ചരിത്രകാരൻ ഫ്ലേവിയസ് ജോസഫസ് പറയുന്നത്, ശമര്യയിലെ ഒരു കലഹം അമർച്ച ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ചക്രവർത്തി പീലാത്തോസിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്തു എന്നാണ്. പീലാത്തോസിനെ നിയമിച്ച ചക്രവർത്തി അപ്പോഴേക്കും നാട് നീങ്ങിയിരുന്നു. പിന്നീട് റോമൻ ഭരണകൂടം പീലാത്തോസിനെ കൊന്നുകളഞ്ഞു എന്നും പീലാത്തോസ് ആത്മഹത്യ ചെയ്തു എന്നും 2 പക്ഷമുണ്ട്. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ പീലാത്തോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 25-നാണ് പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയാകട്ടെ പീലാത്തോസിന്റെ സഹധർമ്മിണിയായ ക്ലോഡിയ പ്രക്കുളയെയും പരിശുദ്ധയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 27-നാണ് ആ വിശുദ്ധ ദിനം. യേശുവിന്റെ മനുഷ്യാവതാര ചരിത്രത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയായിരിക്കാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ വിശുദ്ധ കന്യക മറിയാമിന് പിന്നാലെ പൊന്തിയോസ് പീലാത്തോസും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പീലാത്തോസും ഭാര്യയും വിശുദ്ധരായിരുന്നോ എന്നതിന് പകരം യേശുവിന്റെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായി പഴയ നിയമം പറയുന്നതുകൊണ്ട് തന്നെ ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിനായി പീലാത്തോസ് ഉപകരണമാക്കപ്പെടുകയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. കൈ കഴുകി ഒഴിയുന്ന പീലാത്തോസിന്റെ കണ്ണിലെ നിസ്സംഗതയും നിസ്സഹായതയും നമ്മോട് സമ്മതിക്കുന്നതും അതുതന്നെ.